സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത് എവിടെയാണ് നിൽക്കുന്നത്? സുർജിത്ത് വയനാടിൻ്റെ ഒരു മുഴുവൻ ചിത്രവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറയുമായിരുന്നു, ഷഹദ് ചുരൽമലയിലുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ തന്നെ വലിയ വേദനയാണ്. സുർജിത്തിന് അത് കൃത്യമായി പറയാൻ കഴിയും. അപ്പോൾ അവരൊക്കെ സാധാരണ നിലയിലേക്കൊന്നും മടങ്ങിയെത്തിയിട്ടില്ല. പക്ഷേ വോട്ട് ചെയ്യാനായിട്ട് പലരും എത്തി തുടങ്ങിയിരിക്കുന്നു. രാവിലെ തന്നെ ഇനിയിപ്പോൾ അധികം സമയമില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ടേഴ്സ് എത്തി തുടങ്ങിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഞാനും നിൽക്കുന്നത് 89-ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ പോളിംഗ് നടപടികൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തന്നെ മോക്ക് പോളിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ചെറിയ നിരയൊക്കെ കാണുന്നുണ്ട്. ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ വോട്ടർമാരായി ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. ഉദ്യോഗസ്ഥരെത്തി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. മോക്ക് പോളിംഗും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജന്റുമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെയും ഇതുപോലെ തന്നെ നേരത്തെ വന്ന് വോട്ട് ചെയ്യുന്ന രീതിയുണ്ടോ? ഇല്ല, ഇന്നിപ്പോ നടക്കാൻ പോയിട്ട് അങ്ങനെ വന്നതാണ്. എവിടെയാ വീട്? ഇവിടെ കുട്ടലായിക്കൊന്ന്. അല്ലല്ല, ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നത് തന്നെ. അതെ, ഇല്ല. അതെ, ഇവിടെയും ചെറിയ നിരയൊക്കെ നമുക്ക് കാണാം. ഈ നേരത്തെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്ന പതിവുണ്ടോ? അതുകൊണ്ടാണോ? വരും എന്നും വരണ്ട. അങ്ങനെ എല്ലാ കാലത്തും വരുന്നുണ്ട്. അത് ഐശ്വര്യാണ്. അത് ആ പണി ഇരുന്നല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ? സാധാരണ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കാട്ടും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആൾ കുറച്ച് കുറവാണ്. വരുമായിരിക്കും. പോളിംഗ് ഉയരും. കാരണം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ഇതൊക്കെ ആയിട്ടാണ്. എന്തായാലും ജനങ്ങൾ വരും. നല്ല പോളിംഗ് നടക്കും, യാതൊരു സംശയമില്ല. മഴ പെയ്യാൻ ചാൻസ് കുറവാണ്. ഇന്നൊക്കെ ജനങ്ങൾ വരും. എന്തായാലും നല്ല പോളിംഗ് ഉണ്ടാവും. തീർച്ചയായും ഇതാണ് ഇവർ പറയുന്ന കാര്യം. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് SKMJ സ്കൂളിലാണ്. SKMJ സ്കൂളിൽ 3 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 70% വോട്ടുകളുടെ പോളിംഗ് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മറ്റ് വോട്ടിംഗ് നില ഉയരുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടാവുക. അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നണികൾ എന്നുള്ളതാണ്. ഉയർന്ന പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ രാവിലെ നീണ്ട നിരയില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ എത്തി വോട്ട് ചെയ്യാനും ഉള്ള ഒരുക്കങ്ങൾ അതെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മോക്ക് പോളിംഗ് നേരത്തെ പൂർത്തിയാക്കിയതാണ്. അതെല്ലാം തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ബൂത്തുകളിലില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് പോളിംഗ് തുടങ്ങുന്ന ഘട്ടത്തിലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഈ മെഷീൻ തകരാറ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാവുമോ എന്നുള്ളത് ആ സമയത്തെ അറിയാൻ കഴിയുള്ളൂ. ചൂരൽമലയിൽ ഉൾപ്പെടെ അവിടെയുള്ള ദുരന്തബാധിതർക്ക് ഉൾപ്പെടെ പോളിംഗ് നടത്താനുള്ള വോട്ടിംഗ് നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 2 ബൂത്തുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷാ ബൂത്തുകൾ കൂടി, അതീവ സുരക്ഷാ ബൂത്തുകൾ കൂടിയുണ്ട്. നേരത്തെയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി മാവോയിസ്റ്റുകളുടെ പ്രശ്നമെല്ലാം തന്നെ ഈ തലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തവണ ആ മാവോയിസ്റ്റുകളെല്ലാം തന്നെ ജയിലിനകത്താണ്. ഒരാൾ മാത്രമാണ് പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നെയാണ് പോളിംഗ് നടപടികൾ വയനാട്ടിൽ മുന്നോട്ട് പോകുന്നത്.